നമ്മുടെ ശബരിമല സംരക്ഷണം എന്ന വിഷയത്തെ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ രാവിലെ തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട റിട്ടയർഡ് ജസ്റ്റിസ് ഹരിഹരൻ നായർ സർ, സ്നേഹം നിറഞ്ഞ അയ്യപ്പ വിശ്വാസികളെ, സഹപ്രവർത്തകരെ, അമ്മമാരെ, എല്ലാവർക്കും നമസ്കാരം. 3 വിഷയങ്ങളിൽ വികസനം, വിശ്വാസം, സംരക്ഷണം, ഈ 3 വിഷയങ്ങളിൽ അവസാനത്തെ വിഷയമാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. നേരത്തെ ശ്രീ ജയൻ പറഞ്ഞ പോലെ ഈ വിഷയത്തിൽ വളരെ ആധികാരികമായി നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ സർവഥാ യോഗ്യനായിട്ടുള്ള ആളാണ് ഹരിഹരൻ സാറ്. അദ്ദേഹം നമ്മുടെ മുമ്പാകെ ഈ വിഷയം അവതരിപ്പിക്കും. ചില കാര്യങ്ങൾ മാത്രം ഞാൻ ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി വഴിയൊരുക്കുന്നതാണ്. ശബരിമലയുടെ സംരക്ഷണം എന്ന് പറയുമ്പോൾ ശബരിമലയുടെ സംരക്ഷണത്തിൽ വിശ്വാസം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആചാരം, അനുഷ്ഠാനം എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട ഘടകമാണ്. അത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചർച്ച ചെയ്തു. ഇനി ശബരിമലയുടെ സംരക്ഷണം എന്ന് പറയുമ്പോൾ പ്രധാനമായും അത് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആണ് നിൽക്കുന്നത്. ശബരിമലയുടെ സുരക്ഷ. അപ്പോൾ ശബരിമലയുടെ സുരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന 2 സംഭവങ്ങൾ. ഒന്ന് 1999 പമ്പയിലുണ്ടായ സ്റ്റാമ്പീഡാണ്. അന്ന് നിരവധി പേര് പമ്പയിലെ തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുകയുണ്ടായി. നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കുകൾ ഏൽക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ജസ്റ്റിസ് ചന്ദ്രശേഖര മേനോൻ കമ്മീഷൻ എന്ന ഒരു കമ്മീഷനെ നിയോഗിക്കുകയും ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. 1999 ആ സംഭവം ഉണ്ടായത്. 1999 ആ സ്റ്റാമ്പേഡിനെ സംബന്ധിച്ചുള്ള പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശബരിമല സന്നിധാനത്തോ പമ്പയിലോ അതല്ലെങ്കിൽ ശബരിമലയുടെ വ്യത്യസ്ത പ്രാന്തപ്രദേശങ്ങളിലോ ശബരിമലയുടെ സുരക്ഷയ്ക്ക്, അയ്യപ്പന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ട നടപടികൾ എന്തൊക്കെ വേണം എന്നതിനെ സംബന്ധിച്ച് ജസ്റ്റിസ് ചന്ദ്രശേഖരൻ കമ്മീഷൻ വിശദമായ ഒരു റിപ്പോർട്ട് അന്ന് സമർപ്പിച്ചിരുന്നു. എന്നാൽ അതിനോട് തീർത്തും നിസ്സംഗമായ ഒരു സമീപനം, അതിനെ പൂർണ്ണമായും തമസ്കരിച്ചുകൊണ്ടുള്ളൊരു സമീപനമാണ് പിൽക്കാലത്ത് വന്ന എല്ലാ ദേവസ്വം ബോർഡുകളും സർക്കാരും സ്വീകരിച്ചത് എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും ദുരന്തപൂർണമായ, ദുഃഖകരമായ 2011 പുല്ലുമേട് ദുരന്തത്തിന് കാരണമായത്. പുല്ലുമേട് ദുരന്തത്തിൽ 102 പേരാണ് കൊല്ലപ്പെട്ടത്. പുല്ലുമേട് ദുരന്തത്തിന് കാരണം എന്തായിരുന്നു? പുല്ലുമേട് ദുരന്തത്തിന്റെ പിന്നിൽ എന്തെല്ലാം കാരണങ്ങളാണ് പ്രവർത്തിച്ചത് എന്നതിനെ സംബന്ധിച്ച് ആദ്യം സ്പെഷ്യൽ കമ്മീഷണറുടെ ഒരു റിപ്പോർട്ട് ഹൈക്കോടതി തേടി. പിന്നീട് സർക്കാർ തന്നെ വളരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്ന സമയത്ത് നമ്മുടെ ആരാധ്യനായിട്ടുള്ള ജസ്റ്റിസ് ഹരിഹരൻ സാറിനെ തന്നെ ചെയർമാനാക്കിക്കൊണ്ട് ഒരു അന്വേഷണ സമിതി നിയോഗിക്കുകയുണ്ടായി. അദ്ദേഹത്തെ കമ്മീഷനായിട്ട് നിയോഗിക്കുകയുണ്ടായി. ആ കമ്മീഷൻ കണ്ടെത്തിയ വസ്തുതകളുണ്ട്. ആ വസ്തുതകൾ ഒരു ശുപാർശയായിട്ട് അത് അദ്ദേഹം പറയും ഇവിടെ. ഞാൻ അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ നമ്മുടെ അനുഭവം ഈ ശുപാർശകൾ ഒന്നും നടപ്പാകുന്നില്ല എന്നുള്ളതാണ്. ചന്ദ്രശേഖരൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച ശുപാർശകളോ അല്ലെങ്കിൽ ഇപ്പോൾ ഹരിഹരൻ സാറ് മുന്നോട്ട് വെച്ച ശുപാർശകളോ ഒന്നും തന്നെ പുല്ലുമേടിലാകട്ടെ, പമ്പയിലാകട്ടെ, സന്നിധാനത്താകട്ടെ, പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോകുന്ന ഇടങ്ങളിലൊക്കെ അവിടെയൊക്കെ അയ്യപ്പന്മാരുടെ സുരക്ഷയ്ക്ക് ഇന്നും അതിനനുസൃതമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന ഒരു ദുഃഖസത്യം നമ്മളെ തുറച്ചു നോക്കുകയാണ്. സന്നിധാനത്ത് എന്താണ് പ്രശ്നം എന്നതിനെ സംബന്ധിച്ച് വലിയ പഠനങ്ങളൊക്കെ പണ്ടും നടന്നിട്ടുണ്ട്. തിരക്കാണോ പ്രശ്നം? വേണ്ട സംവിധാനങ്ങളുടെ കുറവാണോ പ്രശ്നം? അമ്യൂണിറ്റീസിന്റെ കുറവാണോ പ്രശ്നം? പുവർ ഫെസിലിറ്റീസ് ആണോ പ്രശ്നം? ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ സന്നിധാനത്തെ സംബന്ധിച്ച്, ശബരിമലയെ സംബന്ധിച്ച് ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
അതുകൊണ്ട് ഇപ്പോഴും അയ്യപ്പന്മാർ സുരക്ഷാ ഭീഷണിയിലാണ് ശബരിമലയിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ അത്തരം കാര്യങ്ങൾ ഏതായാലും സാറ് സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് വിടുകയാണ്. പക്ഷേ ശബരിമലയുടെ സുരക്ഷ, ശബരിമലയുടെ സംരക്ഷണം എന്ന് പറയുമ്പോൾ സന്നിധാനത്തിന്റെ സംരക്ഷണം, ശബരിമലയുടെ സ്വത്തിന്റെ സംരക്ഷണം, ശബരിമലയുടെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ സംരക്ഷണം, ഇതുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ശബരിമലയുടെ സ്വത്തിന്റെ സംരക്ഷണത്തിന് എന്ത് ഭീഷണിയാണ് നേരിടുന്നത് എന്ന് നമ്മുടെ കൺമുമ്പിലുണ്ട്. 4.5 കിലോ സ്വർണം നഷ്ടപ്പെട്ടതിന്റെ വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. 4.5 കിലോ സ്വർണം നഷ്ടപ്പെട്ടത് ശബരിമലയുടെ സുരക്ഷാ പ്രശ്നം തന്നെയാണ്. അതിൽ ഏറ്റവും രസകരമായ കാര്യം, കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് ദേവസ്വം ബോർഡിന്റെ ആസ്തി വിവരങ്ങൾ, സ്വർണ്ണ നിക്ഷേപത്തെ സംബന്ധിച്ചും ആസ്തി വിവരങ്ങളെ സംബന്ധിച്ചും പബ്ലിക്കായി പുറപ്പെടുവിക്കണം, അതിന്റെ വസ്തുവകകൾ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വെളിപ്പെടുത്തണം എന്ന് ഒരാൾ ആവശ്യപ്പെട്ടു വിവരാവകാശ നിയമം അനുസരിച്ച്. അത് കൊടുക്കാതെ വന്നപ്പോൾ അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് കൊടുത്ത അഫിഡാവിറ്റ് അതങ്ങനെ കൊടുക്കാൻ പറ്റില്ല, കാരണം ശബരിമലയുടെ സമ്പത്ത് വെളിപ്പെടുത്തിയാൽ അത് ശബരിമലയുടെ സുരക്ഷയെ ബാധിക്കും പോലും, അതുകൊണ്ട് അത് വെളിപ്പെടുത്താൻ പറ്റില്ല എന്നാണ് അന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞത്. എന്നാൽ അതേ ദേവസ്വം ബോർഡിന്റെ മൂക്കിന് താഴെ 4.5 കിലോ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഈ സ്വത്തുവകകൾ അതിന്റെ ആസ്തി വകകളെ സംബന്ധിച്ച് അതിന്റെ രജിസ്റ്റർ ഉണ്ടോ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, എന്തിന് ശബരിമല ഉൾപ്പെടുന്ന ക്ഷേത്രങ്ങളുടെ ഓഡിറ്റ് നടക്കുന്നുണ്ടോ, ഇതിനെയൊക്കെ സംബന്ധിച്ച് വളരെ വലിയ വിവാദങ്ങളാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, നമ്മുടെ സമയക്കുറവുള്ളത് കൊണ്ട്. അവസാനം ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയാം. ശബരിമലയുടെ സുരക്ഷ എന്ന് പറയുമ്പോൾ സന്നിധാനത്തിന്റെ സുരക്ഷ മാത്രമല്ല, ക്ഷേത്രത്തിന്റെ സുരക്ഷ മാത്രമല്ല, അയ്യപ്പന്മാരുടെ സുരക്ഷ മാത്രമല്ല, ആ അയ്യപ്പന്മാര് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ മുതലുള്ള സുരക്ഷ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാനിത് പറയുന്നത് ആധികാരികമായ ഒരു ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. 2 വർഷം മുൻപ് നമ്മുടെ കേരളത്തിന്റെ MVD, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, വിവിധ വകുപ്പുകൾ ചേർന്നുകൊണ്ട് അവരൊരു ഓഡിറ്റിംഗ് നടത്തുകയുണ്ടായി. ആ ഓഡിറ്റിംഗിൽ അവർ പറഞ്ഞത് ശബരിമലയിലേക്ക് പോകുന്ന വഴി, വ്യത്യസ്തമായ വഴികളുണ്ട്, നിങ്ങൾക്കറിയാം. ശബരിമലയിലേക്ക് പോകുന്ന വഴികൾ 134 സ്ഥലങ്ങൾ അത്യന്തം ഡേഞ്ചറസ് സ്പോട്ടുകളാണ്, അപകടം പതിയിരിക്കുന്ന സ്ഥലങ്ങളാണ്. അത്തരം സ്ഥലങ്ങളെ അവർ സ്പോട്ട് ഔട്ട് ചെയ്തു, ഐഡന്റിഫൈ ചെയ്തു. അത്തരം സ്ഥലങ്ങളിൽ വേണ്ട സുരക്ഷ, അവിടുത്തെ ക്രമീകരണങ്ങൾ, ഗതാഗത സംവിധാനങ്ങൾ അത് സുരക്ഷിതമാക്കേണ്ടതിനെ സംബന്ധിച്ച് അവരൊരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. നാളിതുവരെ പിന്നീട് അതിനെ സംബന്ധിച്ച് സർക്കാർ ചർച്ച ചെയ്യുകയോ ആ പ്രശ്നം അഡ്രസ് ചെയ്യാൻ തയ്യാറാവുകയോ ചെയ്തില്ല എന്നുള്ള ഗുരുതരമായ ഒരു പ്രശ്നം കൂടിയുണ്ട്. നമുക്കറിയാം, ഓരോ തവണയും ശബരിമല തീർത്ഥാടകരുടെ വാഹനം മറിയുന്നു, അവർ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു, അത്തരം പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർന്നാണ് ശബരിമലയുടെ സുരക്ഷ എന്ന് പറഞ്ഞാൽ. ഒരു അയ്യപ്പൻ ശബരിമല തീർത്ഥാടനത്തിന് ഇറങ്ങി പുറപ്പെടുന്ന സമയം മുതൽ ശബരിമലയുടെ സുരക്ഷ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ അതെല്ലാം കൂടി ചേർത്ത് ഈ വിഷയത്തിൽ ജസ്റ്റിസ് ഹരിഹരൻ സാറിന്റെ ആ വിഷയാവതരണം, നമുക്ക് സമയം വൈകി 3 മണിക്ക് മുമ്പായിട്ട് ഇവിടുന്ന് എല്ലാവർക്കും നമ്മുടെ സ്ഥലത്തേക്ക് പോകണം. സമ്മേളനം 3 മണിക്ക് നടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.